ഇന്നിപ്പോൾ ട്രാൻസാക്ഷനുകളെല്ലാം ഡിജിറ്റൽ ആയതോടുകൂടി ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ട് IT റിട്ടേണൊക്കെ ഫയൽ ചെയ്യാത്തവരാണെങ്കിൽ ആദായനികുതി വകുപ്പിൽ നിന്നും നോട്ടീസൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ട്രാൻസാക്ഷനൊക്കെ ഈസിലി ട്രാക്കബിൾ ആണ്. നമ്മളുടെ ഒട്ടുമിക്ക ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും പാൻ കാർഡ് ഇൻക്ലൂഡഡ് ആണ്. സോ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല, നിങ്ങൾ ഫിസിക്കൽ കറൻസി ഉപയോഗിച്ചാണ് ട്രാൻസാക്ഷൻ നടന്നതെങ്കിൽ കൂടി ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അവർക്കും ആദായനികുതി വകുപ്പിന് നോട്ടീസ് ലഭിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഫിസിക്കൽ കറൻസി ഉപയോഗിച്ച് ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ബാങ്ക് ആണെങ്കിലും ഇനിയിപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് ആണെങ്കിലും ഇത് ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ IT റിട്ടേൺ ഒക്കെ കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കൂടി നിങ്ങൾ ഫയൽ ചെയ്യുവാൻ നേരത്ത് നിങ്ങൾ നൽകുന്ന ഡാറ്റയും അതുപോലെ തന്നെ ആദായനികുതി വകുപ്പിൻ്റെ കയ്യിലുള്ള ഡാറ്റയും തമ്മിൽ മാച്ച് ആയില്ലെങ്കിൽ, അത് മിസ്മാച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഗവൺമെൻറ് ആണെങ്കിലും ബാങ്കുകളാണെങ്കിലും ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഉയർന്ന മൂല്യമുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് fino360.com, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എൻ്റെ ഓഫർ ടെലിഗ്രാം ചാനൽ. ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ, ലിങ്ക് ഇൻ ബിലോ. ഒന്നാമത്തേത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നടത്തുന്ന ട്രാൻസാക്ഷനാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു പരിധിയിൽ കൂടുതൽ ട്രാൻസാക്ഷൻ ക്യാഷ് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാങ്ക് ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ അല്ല, ക്യാഷ് ട്രാൻസാക്ഷൻ. നമ്മുടെ ഫിസിക്കൽ കറൻസി ഉപയോഗിച്ച് നടത്തുന്ന ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷനാണ് ബാങ്ക് ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ബാങ്ക് ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അല്പം കൂടുതലാണ്. കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 50 ലക്ഷം രൂപയുടെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുള്ള ലിമിറ്റാണ് വരുന്നത്. അതിന് മുകളിൽ വന്നാൽ മാത്രമേ ബാങ്ക് ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ബാങ്ക് അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ്റെ ലിമിറ്റ് അല്ല ഇത്. നിങ്ങളുടെ പേരിൽ ഏതൊക്കെ ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടോ എല്ലാ ബാങ്ക് അക്കൗണ്ടിലും കൂടി സേവിങ്സ് അക്കൗണ്ട് ആണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വന്നാലും, കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസാക്ഷൻ വന്നാലും അത് ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു സിംഗിൾ അക്കൗണ്ടിലെ ട്രാൻസാക്ഷൻ ലിമിറ്റ് അല്ല ഇത്. അതേപോലെ ഇപ്പോൾ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് പണമായിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 50,000 രൂപ വരെ മാത്രമേ നമുക്ക് പാൻ ഇല്ലാതെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പാൻ ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് സേവിങ്സ് അക്കൗണ്ടിൽ ഒരു ദിവസം നടത്താൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ഡെപ്പോസിറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അങ്ങനെയുള്ള കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ ക്യാഷ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ടുകളിൽ വരുന്നുണ്ട്. മറ്റൊരു ഇടപാടാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മൾ ക്യാഷ് ആയിട്ട് FD ഇട്ട് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാങ്ക് ആദായനികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും ഈ പറഞ്ഞ രീതിയിൽ ഒരൊറ്റ ബാങ്കിലെ ട്രാൻസാക്ഷൻ്റെ കാര്യമല്ല. നിങ്ങളുടെ പേരിൽ നിങ്ങൾ എവിടെയൊക്കെ എല്ലാ അക്കൗണ്ടിലും കൂടി ക്യുമുലേറ്റീവായിട്ട് 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ FD വന്നു കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാങ്ക് ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ഇടപാടാണ് ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തേത് ക്രെഡിറ്റ് കാർഡ് ബില്ലുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷനാണ്. നമ്മളിപ്പോൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് ബ്രാഞ്ചിൽ പോയിട്ട്, നമ്മുടെ ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ പോയിട്ട് ഓഫ്ലൈനായിട്ട് ക്യാഷ് നൽകിക്കൊണ്ട് പേ ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബിൽ പേയ്മെൻറ്റ് ആണെങ്കിൽ അത് തീർച്ചയായിട്ടും ബാങ്ക് ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ നടത്തുന്ന ഉയർന്ന മൂല്യമുള്ള പർച്ചേസുകൾ അത് തീർച്ചയായിട്ടും ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് നമുക്ക് AS പോർട്ടലുണ്ട്. AS പോർട്ടൽ പോയിട്ട് ആനുവൽ ഇൻഫർമേഷൻ ഷീറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് നമ്മൾ നടത്തിയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണ്, നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ നോട്ടീസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ IT റിട്ടേൺ ഫയൽ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തെ അത് പ്രോപ്പറായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ പ്രശ്നവും വരില്ല. സോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷനുകൾ നടത്തുന്നവരും ഒന്ന് സൂക്ഷിക്കുക. പിന്നെ ആദായ നികുതി വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റൊരു ട്രാൻസാക്ഷനാണ് പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ. അതും നമ്മൾ ക്യാഷ് ഉപയോഗിച്ചാണ് നടന്നതെങ്കിൽ അതിന് ലിമിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് രജിസ്ട്രാർ ഓഫീസ് തീർച്ചയായിട്ടും ആദായ നികുതി വകുപ്പിനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ്. സോ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളാണെങ്കിലും വിൽക്കുന്ന ആളാണെങ്കിലും IT റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്തെ ഇത് ചെക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അർബൻ ഏരിയയിലാണെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ ആണെങ്കിലും, റൂറൽ ഏരിയയിലാണെങ്കിൽ 20 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ
ട്രാൻസാക്ഷൻ ആണെങ്കിലും അതിൻ്റെ സോഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കുറേയധികം ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആദായനികുതി വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, അത് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനാണ് മ്യൂച്വൽ ഫണ്ട് പർച്ചേസ്, അതുപോലെ തന്നെ ഷെയർ പർച്ചേസ്, പിന്നെ ബോണ്ട് പർച്ചേസ്. ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഫിസിക്കൽ കറൻസി ഉപയോഗിച്ച് നടത്തുകയാണെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപ എന്നുള്ള ഒരു ലിമിറ്റ് ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു ലിമിറ്റിന് മുകളിൽ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഷെയർ പർച്ചേസ് ചെയ്താലും മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്താലും ബോണ്ട് പർച്ചേസ് ചെയ്താലും അത് ആദായനികുതി വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഡിജിറ്റൽ ഇടപാടാണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷനുകൾ, നമുക്ക് ലഭിച്ച ഡിവിഡൻഡ് ഇൻകം, നമുക്ക് ലഭിച്ച കമ്മീഷൻ ഇൻകം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് ആ ഒരു റിപ്പോർട്ടിൽ കാണുവാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഇത്തരത്തിലുള്ള ഉയർന്ന മൂല്യമുള്ള ട്രാൻസാക്ഷനൊക്കെ നടത്തിയിട്ട് നമ്മൾ IT റിട്ടേൺ ഫയൽ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് നോട്ടീസ് ലഭിക്കും. ഇനി IT റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു AS ഷീറ്റിലെ ഇൻഫർമേഷൻസുമായിട്ട് നമ്മൾ ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ മാച്ച് ആകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ട്രാൻസാക്ഷനാണ് ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ. ഒരു സാമ്പത്തിക വർഷത്തിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഫോറിൻ കറൻസി ട്രാൻസാക്ഷനും ആദായ നികുതി വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ IT ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾ അനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടന്നവരാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യുന്നവരും വലിയ വലിയ എമൗണ്ടിൻ്റെ പർച്ചേസ് ചെയ്ത് നൽകുന്നവരൊക്കെ ഉണ്ട്. സോ അത്തരത്തിൽ ട്രാൻസാക്ഷൻ ചെയ്യുന്നവരാണെങ്കിൽ സൂക്ഷിക്കുക. നിങ്ങൾക്ക് IT ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നോട്ടീസ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നോട്ടീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ക്ലാരിഫിക്കേഷൻ നൽകിയാൽ മതിയാകും. നമുക്ക് പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നൽകാതെ വരുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് മാറുന്നത്. പ്രോപ്പർ ക്ലാരിഫിക്കേഷൻ നൽകാൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നൽകിയ ക്ലാരിഫിക്കേഷനിൽ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല, നമ്മൾ കള്ളത്തരം കാണിച്ചതായിട്ട് അവർ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ പെനാൽറ്റി ചാർജ് ഉൾപ്പെടെ നികുതി അടയ്ക്കേണ്ടതായിട്ട് വന്നേക്കാം. സോ സൂക്ഷിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി